ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഞാൻ വീട്ടിൽ ഹോം തിയേറ്റർ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാനല്ല, അങ്ങനെ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ആ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് അവരുണ്ടാക്കുന്ന ആ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിൽ അവരാരും സെബ്രോണിക്സിൻ്റെ സൗണ്ട് ബാറോ അല്ലെങ്കിൽ സോണിയുടെ സൗണ്ട് ബാറോ ഒന്നും കൊണ്ടുവയ്ക്കാറില്ല. പകരം അവിടെ അവർ ഉപയോഗിക്കുന്നത് ഡെനോൺ, മറാൻസ്, ഒങ്കിയോ തുടങ്ങിയ മൾട്ടിനാഷണൽ ബ്രാൻഡുകളുടെ AV റിസീവറുകളാണ്. അതെന്താ അവരത് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷക്കണക്കിന് രൂപ കയ്യിലുള്ളവർ അവർ ഒരിക്കലും സെബ്രോണിക്സ് പോലെ ലോ ബഡ്ജറ്റ് ശ്രേണിയിലുള്ള ഒരു ഓഡിയോ സിസ്റ്റം കൊണ്ടോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഉപയോഗിക്കുന്ന സോണി പോലെയുള്ള ഓഡിയോ സിസ്റ്റം കൊണ്ടോ ഒന്നും തൃപ്തരാവില്ല. അവർക്ക് വേണ്ടത് ഹൈ ക്ലാസ് സൗകര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരു ഹൈ ക്ലാസ് ഓഡിയോ സൗകര്യം, ഒരു പ്രീമിയം ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറാൻസ് എന്ന കമ്പനിയുടെ സിനിമ 40 എന്ന ഈ ഒരു AV റിസീവർ വാങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെറുതായിട്ട് ഈ ഒരു ഡിവൈസിനൊന്ന് പരിചയപ്പെടാം. ഇതാണ് മറാൻസിൻ്റെ സിനിമ 40. ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഫ്രണ്ട് പാനലും ബാക്കി മുഴുവനും മെറ്റൽ ബോഡിയുമാണ് ഇതിന്. ഇതിൻ്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് ഊഹിക്കാമോ? 33 കിലോ ഉണ്ട് ഈ ഒരു AV റിസീവറിൻ്റെ ഭാരം. ഇതൊരു ക്ലാസ് AB ആംപ്ലിഫയർ ഉപയോഗിക്കുന്ന AV റിസീവറാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഇടത്തും വലത്തും ഇത്തരത്തിൽ 2 റോട്ടറി കൺട്രോളറും ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഡിസ്പ്ലേയും ഉണ്ട്. ഇടതുവശത്ത് പവർ സ്വിച്ചും വലതുവശത്ത് ഹെഡ്ഫോൺ ഔട്ടും കാണാം. ഇവിടെ ഈ താഴെയായിട്ട് കാണുന്ന ഭാഗം ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ മോഡ് സ്വിച്ചുകളും ഒരു നീളമുള്ള ഡിസ്പ്ലേയും നാവിഗേഷൻ സ്റ്റൈലിലൊരു കൺട്രോൾ പാനലും ഉണ്ട്. ഇനി പുറകു സൈഡിലേക്ക് നോക്കിയാൽ നിരവധി പോർട്ടുകളും ടെർമിനലൊക്കെയാണ് ഇവിടെ ഇരു സൈഡിലും ഇതുപോലെ ബ്ലൂടൂത്ത് വൈഫൈ ആൻറ്റിനകൾ കാണാം. ഇതിൽ 2 ഡിജിറ്റൽ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനുള്ള പോർട്ടുണ്ട്, 2 ഒപ്റ്റിക്കൽ ഇൻപുട്ട് കൊടുക്കാനുള്ള പോർട്ടുണ്ട്, ഒരു RJ45 കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. HDMI ഇൻപുട്ട് അത് 7 എണ്ണമാണുള്ളത്. ആ 7ഉം 8K സപ്പോർട്ടുള്ളതാണ്. HDMI ഔട്ട്പുട്ട് ഇതിൽ 3 എണ്ണമാണുള്ളത്. അതിൽ 2 എണ്ണം 8K സപ്പോർട്ടഡ് ആണ്, ഒരെണ്ണം EARC സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി മറ്റൊന്നും പറഞ്ഞാൽ നമ്മൾ സോൺ 2 അല്ലെങ്കിൽ സോൺ B എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സോൺ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അത് 4K സപ്പോർട്ടഡ് ആണ്. പിന്നെ ഇത് കൂടാതെ ഇവിടെ വീഡിയോ ഇൻപുട്ട് കൊടുക്കാനുള്ള 2 പോർട്ടുകളും അതുപോലെ നമ്മൾ CD പോലെയുള്ള ഏതെങ്കിലും ഡിവൈസിൽ നിന്നും നമുക്ക് ഇൻപുട്ടുകൾ കൊടുക്കാൻ, ഓഡിയോ വീഡിയോ ഇൻപുട്ട് കൊടുക്കാനുള്ള 3 പോർട്ടും ഇവിടെ ഈ ഒരു ലെയറിലുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ നോക്കിയാൽ ഇവിടെ നമുക്ക് നിരത്തി വെച്ചിരിക്കുന്ന ധാരാളം ഓഡിയോ ഇൻപുട്ട് കാണാം. അത് 7 സെറ്റ് ഉണ്ട്. സെക്കൻഡ് സോണിനും തേർഡ് സോണിനുമായിട്ട് ഇത്തരത്തിൽ 2 സെറ്റ് ഓഡിയോ ഔട്ട്പുട്ട് കാണാം. ഇത് പ്രീ ഔട്ടാണ്. പിന്നെ ഇത് കൂടാതെ നമുക്കിവിടെ ഫ്രണ്ട്, സെൻറ്റർ, സറൗണ്ട് ബാക്ക്, ഹൈറ്റ് 1, ഹൈറ്റ് 2 എന്നിങ്ങനെയും നമുക്കിവിടെ പ്രീ ഔട്ട് കാണാം. പിന്നെ ഇതിൽ സബ് ഊഫറിൻ്റെ പ്രീ ഔട്ട് 4 എണ്ണമുണ്ട്. വലത്തുവശത്തായിട്ട് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. ഇനി ഇടതുവശത്ത് മൂന്നാമത്തെ ലെയറിൽ നമുക്ക് DC ഔട്ട്, അത് DC 12 വോൾട്ട് 100 മില്ലി ആംപിയർ മാക്സിമം കിട്ടുന്ന 3 പോർട്ടുകൾ കാണാം. പിന്നെ ഒന്ന് ഓട്ടോമേഷന് വേണ്ടിയിട്ടുള്ള ഒരു VGA ടൈപ്പുള്ള പോർട്ട്, പിന്നെ ഫ്ലാഷർ, റിമോട്ട് കൺട്രോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പോർട്ടുകൾ നമുക്കിവിടെ കാണാം. ഏറ്റവും താഴത്തെ ലെയറിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പീക്കറിലേക്ക് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെർമിനലുകളാണ്. അപ്പോൾ അതിലുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, റൈറ്റ്, ലെഫ്റ്റ്, അതുപോലെ സെൻറ്റർ, പിന്നെ സറൗണ്ട് റൈറ്റ്, ലെഫ്റ്റ്, സറൗണ്ട് ബാക്ക്, റൈറ്റ്, ലെഫ്റ്റ്, ഹൈറ്റ് 1ൻ്റെ റൈറ്റും ലെഫ്റ്റും, അതുപോലെ ഹൈറ്റ് 2ൻ്റെ റൈറ്റും ലെഫ്റ്റും. ഇത്രയും സ്പീക്കറുകളാണ് നമുക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാവുന്നത്. ഇത് മറാൻസിൻ്റെ തന്നെ സിനിമ 60 എന്ന ഇത്തിരി വില കുറഞ്ഞ മറ്റൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കണ്ടാൽ മതി. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനുള്ളത് സിനിമ 40 ആണ്. ഈ സിനിമ 40 എന്ന് പറയുന്നത് ഒരു 9.4 ചാനൽ ഓഡിയോ സറൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 9 സ്പീക്കറുകൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ 4 എണ്ണം അത് സബ് ഊഫറുകൾ പ്രീ ഔട്ട് വഴിയും കണക്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകം നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിൽ വില കൂടിയ AV റിസീവറുകൾ വാങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് സ്പീക്കറുകളോ സബ് ഊഫറുകളോ ഒന്നും തന്നെ ലഭിക്കില്ല. ഇത്തരത്തിൽ AV റിസീവറുകൾ തനിച്ചാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ AV റിസീവറിൻ്റെ വീഡിയോ ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, അപ്പോൾ സ്പീക്കർ ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങണം. നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങുക തന്നെ വേണം, അതിന് നല്ലൊരു വില കൊടുക്കുകയും വേണം. കാരണം ഞാൻ പറഞ്ഞാൽ പ്രീമിയം ഓഡിയോ ക്വാളിറ്റി ആഗ്രഹിക്കുന്ന ഹൈ ക്ലാസ് ലെവലിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പുറത്തിറക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നല്ല റേറ്റ് കൊടുത്ത് തന്നെ നമ്മളത് വാങ്ങണം. അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കുറച്ച് ഫീച്ചേഴ്സ്, അതായത് ഓരോന്നും വർക്ക് വെച്ച് കാണിക്കുകയല്ല, ഇതിൽ എന്തൊക്കെ ടെക്നോളജി ഉണ്ട് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മറാൻസിൻ്റെ സിനിമ 40 എന്ന് പറയുന്ന ഈ ഒരു AV റിസീവറിൻ്റെ ഓരോ ചാനലിനും ഔട്ട്പുട്ട് കമ്പനി പറയുന്നത് 125 വാട്ട് വീതമാണ്. ആ 125 വാട്ട് ഉള്ളത് തന്നെയാണ്. അതായത് മറ്റേ സെബ്രോണിക്സ് ഒക്കെ പറഞ്ഞ പോലെ 1000 വാട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു 300-350 കിട്ടുകയല്ല. ഇവിടെ ഉള്ള വാട്ട് തന്നെയായിരിക്കും അവിടെ കമ്പനി ഔട്ട്പുട്ടായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെ ടെക്നോളജികൾ ഉണ്ട് എന്ന് നോക്കാം. ഈ ഒരു ഡിവൈസിൽ DTS സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ DTSൽ അവരുടെ HD മാസ്റ്റർ, DTS-X, NeuralX, VirtualX ഇതൊക്കെ തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇതിൽ ഡോൾബിയുടെ സപ്പോർട്ട് ഉണ്ട്. അതായത് ഡോൾബി അറ്റ്മോസ് ഉണ്ട്, ഡോൾബി അറ്റ്മോസ് ഹൈറ്റ് വെർച്വലൈസേഷൻ ഉണ്ട്, ഡോൾബി സറൗണ്ട് ഉണ്ട്, ഡോൾബി ട്രൂ HD ഇതൊക്കെ തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യും.
പിന്നെ ഇത് കൂടാതെ മറ്റു നിരവധി ടെക്നോളജികളും ഇതിൽ സപ്പോർട്ടഡാണ്. ഇപ്പോൾ ഐമാക്സ് എൻഹാൻസ്ഡ്, അതുപോലെ 360 റിയാലിറ്റി ഓഡിയോ, അതുപോലെ ഓറോ 3D, പിന്നെ MPGH, അങ്ങനെ നിരവധി ടെക്നോളജികൾ ഇതിൽ സപ്പോർട്ടാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ പരിചയപ്പെടുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ജപ്പാൻ ബ്രാൻഡിൻ്റെ ആണെങ്കിലും അമേരിക്കൻ ബ്രാൻഡ് ആണെങ്കിലും അതിൻ്റെ മെയ്ഡ് ഇൻ നോക്കിക്കഴിഞ്ഞാൽ ചൈന ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഫുൾ മെയ്ഡ് ഇൻ ജപ്പാൻ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നിരവധി ടെക്നോളജികൾ കുത്തിവെച്ചിട്ടുള്ള മറാൻസിൻ്റെ സിനിമ 40 എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിൻ്റെ വില എത്ര എന്നായിരിക്കും ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടുന്നല്ല, അപ്പോൾ ഓടും. കാരണം ഇതിൻ്റെ പാക്കേജിന് പുറത്ത് ചെയ്തിരിക്കുന്ന വില മാത്രമേ എനിക്ക് പറയാൻ നിർവാഹമുള്ളൂ. നമ്മൾ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈഡിൽ നിന്നും വിഷയം ഉണ്ടാകുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ MRP പറയാം. അതായത് കവറിന് പുറത്ത് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 4,19,900 എന്നാണ്. പക്ഷേ അതിനേക്കാൾ ആ ഒരു റേറ്റിനേക്കാളൊക്കെ വളരെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ശരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, AV ഡിജിറ്റൽ ട്രിവാൻഡ്രം. അവരെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ സെല്ലിംഗ് പ്രൈസ് പറയും. പിന്നെ അവർ നിങ്ങൾക്ക് സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു ഓതറൈസ്ഡ് ഡീലറാണ് അവർ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഇതുപോലെ പല ബ്രാൻഡുകളുടെയും AV റേസറുകൾ പ്രൊജക്റ്റുകളൊക്കെ തന്നെ അവരുടെ അടുത്ത് വാങ്ങാം. ഇപ്പോൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ പ്രൈസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് റേറ്റ് ഏകദേശം ഒരു ഐഡിയയിൽ കിട്ടും. പക്ഷേ അതിനേക്കാൾ കുറച്ചൊക്കെ ആയിരിക്കും എന്തായാലും AV ഡീറ്റെയിൽ നിങ്ങൾക്ക് തരിക. അപ്പോൾ നമ്മൾ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഓൺലൈനിൽ പോയിട്ട് പ്രൈസ് നോക്കുന്ന സമയത്ത് പലരും അടുത്ത റേറ്റ് കുറച്ച് കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ട് പിന്നീട് കുടുങ്ങാറുണ്ട്. അതായത് അവർ കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ലാതുള്ളൊരു പ്രൈസ് ആയിരിക്കും. നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എത്രയൊക്കെ വരുന്ന ഒരു ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റിന്. അപ്പോൾ അതും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബാധ്യത വരും, പിന്നെ സർവീസ് കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്തരത്തിലുള്ള AV റിസീവറുകൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഡീലർ എടുത്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലർ എടുത്ത് മാത്രം എടുക്കുക. ധാരാളം ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് മാത്രം നിങ്ങൾ പ്രൊഡക്റ്റുകൾ എടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സർവീസ് മറ്റുള്ള കാര്യങ്ങൾ സപ്പോർട്ടൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അറിയുക. അപ്പോൾ മറക്കണ്ട, സിനിമ 60യുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മറാൻസിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ആയിട്ടിടുക. അതുപോലെ ഏത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.